much and I feeling so. Okay, ready? This is the good evening. Okay, ready Ananda? Ready? Brothers. ഓക്കെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി. ആ ഓക്കെ കുറച്ചുകൂടി മോൾക്ക് കളിക്കാനുള്ള സ്ഥലം കുറച്ച് കുറവാണ് അല്ലേ അവിടെ? ഓക്കെ കുറച്ചുകൂടി ഇങ്ങോട്ട്. ആ റെഡി വൺ മോർ. ചിരിച്ച് കളിച്ചത് പ്രത്യേകമായിട്ടുണ്ട്. ഓക്കെ വൺ മോർ. ബാക്കിൽ പോയി നിങ്ങൾ ഞാൻ ഫ്രണ്ട് ചെയ്യാം. അവിടെ ചെന്നോ അവിടെ ചെന്ന് ഇതിൻ്റെ തന്നെ മോണുണ്ടോ? ഈ പാട്ടിന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ ആ ഡാൻസ് കളിച്ചപ്പോൾ തന്നെ പറഞ്ഞു. എന്താണ്? താളമാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആ ബ്രദർ വന്ന് എന്ത് ചെയ്തു? പൊട്ടിയതെന്താണ്? പൊട്ടുന്നത് എന്താണ്? ഒരു പ്രവർത്തനമാണ് അല്ലേ? ആ പൊട്ടുന്ന പ്രവർത്തനത്തിനോടൊപ്പം നമ്മുടെ ശബ്ദം കൂടി വരുമ്പോൾ എന്താവും? സംസാരമാവും. നേരത്തെ നമ്മൾ ആ ഡാൻസിനനുസരിച്ച് എന്ത് ചെയ്തു? ഡാൻസിനനുസരിച്ച് അത് ആ പാട്ടിനനുസരിച്ച് നമ്മൾ കളിച്ചു. ഒരുപാട് ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ഒന്നാമത്തെ നിയമം ഈ ബാറ്റിൽ ഇങ്ങനെ എറിയുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ എറിഞ്ഞതിൽ വ്യത്യാസമുണ്ടോ? എന്താണ് വ്യത്യാസം? ഒന്ന് നേരെ ഒന്ന് തിരിഞ്ഞു അല്ലേ? നേരെ എറിയാൻ കഴിയും. ഒന്നാമത്തെ നിയമം ഇതാണ്. ഇത് ബാക്കിയപ്പോ കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇങ്ങനെ തുടങ്ങും. ഇപ്പോൾ ഉള്ള പ്രയോജനം എന്താ? എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന താഴെ പോകുക, അല്ലെങ്കിൽ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇത് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഒരു പ്രതീകമാണ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ, സമൂഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ഇടപാട്. വലിയ കുഴപ്പമില്ലല്ലേ? അപ്പോൾ കുറച്ചുകൂടി തെറ്റുകൾ തിരുത്തപ്പോ ആളുമായിട്ട് സഹകരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ഈസിയാവും. അല്ല കൃത്യം നോക്കൂ. അപ്പൊ എറിയുന്ന രീതി മനസ്സിലായാലോ? കറക്റ്റ് 90 ഡിഗ്രിയിൽ എറിഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് പിടിക്കുന്ന രീതിയിൽ പാസ് കൊടുക്കാം. ഇനി രണ്ടാമത്തെ നിയമം വെച്ചാൽ നമ്മൾ 5 പേര് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കും. 7 പേരുടെ ടീമില് 7 പേര് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഇടതുവശത്ത് കേൾക്കും, എല്ലാവരും കേൾക്കും. നമ്മുടെ ഇടതുവശത്ത് രണ്ടാമത് നിൽക്കുന്ന ആൾക്ക്, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കല്ല, രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് നേരെ ഇങ്ങനെ പാസ് ചെയ്യാം. അവിടുത്തെ രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ പാസ് ചെയ്യാം. നമുക്കത് മോഡൽ അതെ. DJ la bamba. രണ്ട് തത്വങ്ങൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. ലോകത്തിന്റെ രണ്ട് കാര്യങ്ങളോടെ എഴുതിയിട്ടുള്ളത് അല്ലേ? പരാജയം അല്ലെ വിജയത്തിന്റെ ഒരു ചവിട്ടുപടിയാണ് അല്ലെ? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ പിന്മാറാണ് ചെയ്യുന്നത്. വീണ്ടും എന്ത് ചെയ്യണം? ആ തോറ്റുപോയ കാര്യത്തിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഒരു കാര്യം പഠിച്ച് അടുത്ത ഇതിലേക്ക് മുന്നേറുക അല്ലേ? കംപ്ലീറ്റ് ചെയ്തു.
എൻജോയ് ചെയ്യാൻ പറ്റും. മറിച്ച് ഇത് രസമായിട്ട് തിരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം, ബാറ്റ് താഴെ പോകത്തുമില്ല. ഈ കളിയിൽ നിന്ന് പഠിച്ചത് നമ്മൾ ഇത് ഈസി ആക്കണമെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇതിന് വേണ്ടിയാണ് എറിയുവാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം നോക്കണം, മറ്റുള്ളവർക്ക് എളുപ്പമാക്കാനും നമ്മൾ ശ്രമിക്കണം. എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളവരെയും കൂടെ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിച്ച് വേണം അത് എറിയേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മളെ മാത്രം നോക്കിയാൽ പോരെ, മറ്റുള്ളവരെയും കൂടെ പിന്തുണയ്ക്കണം. എന്തൊരാവേശം ഒന്നു പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവില്ലഹരിയിലെങ്ങോ കുടമുള്ള പൂവിരിഞ്ഞോ അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അഴകേ തേൻ വണ്ടു ഞാൻ. കളഭനദികളൊഴുകുന്നിതോ കനകനിധികളുതിരുന്നിതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരേ കാവ്യസംഗീതം കന്നിത്താരുണ്യം സ്വർണ്ണത്തേൻ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞോ അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അഴകേ തേൻ വണ്ടു ഞാൻ. പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഉന്മേഷം പറഞ്ഞു. വീണ്ടും ശ്വാസം എടുക്കുക. പുറത്തേക്ക് വിടുക. പതിയെ കണ്ണുകൾ അടയ്ക്കുക. എൻ്റെ ചിന്തകളെ ഞാൻ എന്നിലേക്ക് എൻ്റെ ശിരോമധ്യത്തിലേക്ക് ആത്മനക്ഷത്രത്തിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. ഞാൻ നെറ്റിത്തടത്തിലായി തിളങ്ങുന്ന മിന്നുന്ന മിന്നിത്തിളങ്ങുന്ന ആത്മനക്ഷത്രമാണ്. എൻ്റെ മനസ്സിൽ ആത്മദീപം ജ്വലിക്കുന്നതായി ഞാൻ
ജ്ഞാനത്തിൻ്റെ പ്രകാശം. What you like feeling? So what you like feeling? What you like feeling? So what you